പാലക്കാട് താമര വാടിയതോടെ കെ സുരേന്ദ്രപക്ഷത്തിന് നേരെ പടനീക്കം ശക്തമാവുകയാണ്. നേതൃമാറ്റത്തിനായി മുറവിളി ഉയരുന്നു. പ്രസിഡന്റ് സ്ഥാനത്ത് 5 വർഷത്തിലേക്ക് അടുക്കുകയാണ് കെ സുരേന്ദ്രൻ. ഇപ്പോൾ സീറ്റ് നഷ്ടപ്പെടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ തൽസ്ഥിതി തുടരാനുള്ള ശ്രമത്തിലാണ് സുരേന്ദ്രപക്ഷം. അതിനിടെ BJP ആരുടെയും വഖഫ് പ്രോപ്പർട്ടി എല്ലാം തുറന്നടിച്ച് സംസ്ഥാന സമിതി അംഗവും മീഡിയ പാനലിസ്റ്റുമായ CV സജനി സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നു. അങ്ങനെ BJPയിലെ കണക്കുകൾ എടുക്കുമ്പോൾ നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് ബാക്കി വയ്ക്കുന്നുള്ളൂ. അവിടെയാണ് വിശകലനങ്ങളിലേക്കും കൂട്ടിക്കിഴിക്കലിലേക്കും ഇഴകീറിയുള്ള പരിശോധനയിലേക്കും പോകുമ്പോൾ സുരേന്ദ്രൻ പ്രതിസ്ഥാനത്തേക്ക് പാർട്ടിയിൽ വരുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ഒരുപാട് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ചൂണ്ടുപലക. പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്, പ്രസാദ് കുമാർ പാലക്കാട് നിന്നും ചേരുന്നുണ്ട്. പ്രസാദ്, പാലക്കാടിനെ സംബന്ധിച്ചോളം ഒരു അഭിമാന പ്രശ്നമായിരുന്നു BJPക്ക് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ കയ്യിൽ കിട്ടുമായിരുന്ന ഒരു സീറ്റ് അത് അങ്ങേയറ്റത്തെ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന നേതൃത്വത്തിന് തന്നെയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയുള്ള മുറിമുറുപ്പുകൾ ഇപ്പോൾ പാലക്കാട് തുടങ്ങിക്കഴിഞ്ഞുവോ? അതതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയാണോ പ്രസാദ് ആ മണ്ണിൽ നിന്നും നോക്കുമ്പോൾ മനസ്സിലാകുന്നത്? പ്രജീഷ് നേരത്തെ AK ബാലൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ അവസാനിപ്പിച്ചൊരു വാക്കുണ്ട്, AK ബാലൻ്റെ ഗണിതശാസ്ത്രം. അപ്പോൾ ബാലേട്ടൻ്റെ ഗണിതശാസ്ത്രത്തെ പ്രശ്നത്തിൽ നമുക്ക് തുടങ്ങാം. ബാലേട്ടൻ പറഞ്ഞത്, AK ബാലൻ പറഞ്ഞത് 2ാം സ്ഥാനത്തേക്ക് നിന്നും 3ാം സ്ഥാനത്തുള്ള വ്യത്യാസത്തിൽ കുറച്ചു വന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിലൊരു പ്രശ്നം 2ാം സ്ഥാനക്കാരൻ പടികളിറങ്ങി താഴോട്ട് വന്നാണ്. 3ാം സ്ഥാനക്കാരൻ ഇടതുപക്ഷം അവിടെ തന്നെ നിൽക്കുകയാണ്. 1ാം സ്ഥാനക്കാരൻ മുന്നോട്ട് വന്നു. UDF ഷാഫി പറമ്പിൽ നേടിയതിനേക്കാൾ കഴിഞ്ഞ 21 നേടിയതിനേക്കാൾ 4000 വോട്ട് നേടിയിട്ടാണ് 18,000 ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചത്. അതേസമയം 50,000 വോട്ട് നേടിയ ഈശ്വരിൽ നിന്നും കൃഷ്ണകുമാറിലേക്ക് എത്തുമ്പോൾ 39,000 വരികയാണ്. അപ്പോൾ 11,000 വോട്ടിൻ്റെ കുറവ്. അങ്ങനെ 2ാം സ്ഥാനക്കാരൻ 11 പടികൾ ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് സരിൻ എന്ന 3ാം സ്ഥാനക്കാരൻ അവിടെ തന്നെ നിൽക്കുമ്പോൾ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും തമ്മിലുള്ള അന്തരം കുറഞ്ഞു എന്ന് AK ബാലൻ പറയുന്നത്. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ 2ാം സ്ഥാനക്കാരൻ്റെ പടികൾ ഇറക്കമാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതാണ് ഇവിടെ പാലക്കാട്ടെ പൊട്ടിത്തെറിയും തുടങ്ങി. ഇന്നലെ തന്നെ ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ പറഞ്ഞിരുന്നു, ഇത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവ് തന്നെയാണ്. കാരണം കൃഷ്ണകുമാറിൻ്റെ വ്യക്തിപരമായിട്ട് അദ്ദേഹം പറയാൻ തയ്യാറില്ല. പക്ഷേ അത് നേരത്തെ കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോ മത്സരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതാകുമായിരുന്നില്ല ഫലം. വിജയിക്കാൻ കഴിയുമെന്ന സീറ്റാണ്. അത്രയും വോട്ട് അല്ലെങ്കിൽ അടിത്തറ പാലക്കാട് BJPക്കുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ജനങ്ങൾ BJPയെ കൃഷ്ണകുമാർ നിന്നതോടെ ഒരു വിജയിക്കുന്ന സ്ഥാനാർത്ഥിയെ കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ വിവാദങ്ങളുണ്ടായെല്ലാം രാഹുൽ മാങ്കോട്ടത്തിൻ്റെ വിജയത്തിൽ പോയിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ ഇന്ന് സന്ദീപ് വാര്യൻ പറഞ്ഞു, സന്ദീപ് വാര്യൻ നേരത്തെ പിണങ്ങിപ്പോകാനുള്ള കാരണവും കൃഷ്ണകുമാറിനെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ആ ആരോപണങ്ങളെല്ലാം അവിടെ തന്നെ നിൽക്കുന്നു. അത് ജനങ്ങൾ കൃഷ്ണകുമാറിനെതിരെ ജനവിജയമായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാഹുൽ മാങ്കോട്ടത്തിൻ്റെ വിജയം ഒരു കൃഷ്ണകുമാർ വിരുദ്ധ തരംഗമായിട്ടാണ് കാണുന്നത് എന്നാണ് സന്ദീപ് വാര്യൻ പറഞ്ഞത്. അപ്പോൾ BJPക്കുള്ളിൽ പൊട്ടിത്തെറികൾ തുടങ്ങിയത് ഒരു BJP ജില്ലാ കമ്മിറ്റി സൂചിപ്പിച്ചതുപോലെ BJPയിൽ പൊട്ടിത്തെറികൾ അത് പാലക്കാട് നിന്ന് തന്നെ തുടങ്ങുന്നതിന്റെ സൂചനകളാണ് ലഭ്യമാകുന്നത്. പ്രശാന്ത് കൃഷ്ണ കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, BJP ബീറ്റ് നോക്കുന്ന വ്യക്തിയാണ് പ്രശാന്ത്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ, കാരണം സംഘടനാപരമായിട്ട് നോക്കുമ്പോൾ സുരേന്ദ്രന്റെ കാലാവധി അവസാനിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്നുമുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒരു വിശകലനങ്ങളുടെയും ഒക്കെ തന്നെ ഇഴകീറിയുള്ള പരിശോധനയുടെയും ഒക്കെ തന്നെ ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ടോ? ആ ഒരുക്കുമ്പോഴാണ് പല ഫാക്ടേഴ്സും അവിടെ ഘടകങ്ങളായി വരുന്നത്. ശോഭാ സുരേന്ദ്രൻ 2016 40,000 വോട്ട് നേടിയ ഒരു മണ്ഡലമാണ്. പിന്നെ അടിത്തറ നന്നായിട്ട് RSSൻ്റെയൊക്കെ തന്നെ ഇടപെടലും മൂർച്ചയേറിയ സംഘടനാ സംവിധാനമൊക്കെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ദയനീയമായ ഒരു പരാജയം ഏറ്റുവാങ്ങുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റുപറഞ്ഞ് പരിശോധിച്ചേ പറ്റുകയുള്ളൂ. അത് ഒരാൾ ഏറ്റ് വാങ്ങുകയും വേണം. എന്താണ് പരാജയത്തിൻ്റെ ഉത്തരവാദി ആര് എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ ഒരു സ്വയം വിമർശനത്തിലേക്ക് കെ സുരേന്ദ്രൻ എത്തുന്നുണ്ടോ? എന്തൊക്കെ ചലനങ്ങളായിരിക്കും ഇനി അടുത്ത ദിവസങ്ങളിൽ BJP രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത്? പ്രജീഷ്, വലിയൊരു പ്രഹരമാണ് പാലക്കാട് BJPക്ക് സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നേമത്തെ പരാജയത്തിന് ശേഷമുള്ള വലിയ പ്രഹരം എന്ന് തന്നെ പറയാം. കാരണം പാലക്കാട് പരാജയം BJPക്ക് മുന്നിൽ 2 വെല്ലുവിളികളാണ് ഉയർത്തിയിരിക്കുന്നത്. ഒന്ന്, UDF അവിടെ ശക്തമായ നിലയിലാണ് എന്നതും, 2, UDF മാത്രമല്ല BJPക്ക് നേരിടേണ്ടി വരിക, തൊട്ടു പിന്നിൽ LDF അതിശക്തമായി തന്നെ നിലനിൽക്കുന്നു. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പ്രതിപക്ഷ പാർട്ടി BJPയും UDFും എല്ലാം പറയുമ്പോഴും
പാലക്കാട് LDF-ന് നഷ്ടമായ വോട്ട്, അതായത് ശ്രീധരൻ മത്സരിച്ച ഘട്ടത്തിൽ LDF-ന് നഷ്ടമായ, അത് കോൺഗ്രസിലേക്ക് പോയി എന്ന് കരുതപ്പെടുന്ന വോട്ടുകൾ തിരിച്ച് അവരിലേക്ക് തന്നെ വന്നിരിക്കുന്നു. അതായത് LDF അവിടെ കംഫർട്ടബിൾ ആണ് എന്നത് BJP-യെ സംബന്ധിച്ച് ഒരു പ്രശ്നം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ സംഘടനാ പ്രശ്നങ്ങൾ വലിയ തോതിൽ BJP-യെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അലട്ടിയിരുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് പരസ്യമായി എല്ലാം രംഗത്ത് വരികയും ചെയ്തിരുന്നു. അപ്പോഴും ഈ തോൽവിയുടെ ഘട്ടത്തിൽ BJP സമ്മതിക്കുകയാണ്, നേതൃത്വം വിലയിരുത്തുകയാണ്. മുനിസിപ്പാലിറ്റിക്കെതിരെ, പാലക്കാട് മുനിസിപ്പാലിറ്റിക്കെതിരായ വികാരം വലിയ തോതിൽ തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പ്രകടനമാക്കി, അവിടുത്തെ വോട്ടർമാർ പ്രകടമാക്കി. അതാണ് ഈ പരാജയത്തിന് വലിയ കാരണമായി കരുതുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണകുമാർ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 2ാം സ്ഥാനത്തേക്ക് പോയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിന് മുൻപത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ അവർ മുന്നോട്ട് വന്നിരുന്നെങ്കിൽ അവർ 1ാം സ്ഥാനം മുനിസിപ്പാലിറ്റി പ്രദേശത്ത് 1ാമതായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ 4000-ഓളം വോട്ടിൽ പിന്നോട്ട് പോയിരിക്കുന്നു. അപ്പോൾ BJP നേരിടുന്ന മറ്റൊരു വലിയ പ്രധാന പ്രതിസന്ധി, അടുത്ത ഒരു വർഷത്തിനകത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ മുനിസിപ്പാലിറ്റിയിൽ BJP-ക്ക് ഭരണം നഷ്ടമാകാനുള്ള സാധ്യത അടക്കം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനത്തിലേക്ക് അവർ പോകേണ്ടി വരും. അവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്തുകൊണ്ടാണ് മൗനം തുടരുന്നത്? കാരണം ശോഭാ സുരേന്ദ്രൻ, കൃഷ്ണദാസ്, MT രമേശ് തുടങ്ങി പ്രധാനപ്പെട്ട ഒരുപാട് നേതാക്കളുണ്ടല്ലോ. കാരണം ഈ സംഘടനയെ ഇത്രത്തോളം അങ്ങേയറ്റത്തെ പടുകുഴിയിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ ആ നേതാക്കൾക്ക് എങ്ങനെ മൗനമായി ഇരിക്കാൻ തോന്നുന്നു എന്നുള്ളതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ഇനി BJP കണക്കൂട്ടുന്ന കോർപ്പറേഷൻ അടക്കം തിരുവനന്തപുരത്തെ പിടിക്കാം എന്ന് കണക്ക് കൂട്ടി ആ രീതിയിലേക്ക് ഹോംവർക്ക് RSS നേരത്തെ തുടങ്ങിയ സമയത്ത് ഈ സ്ഥിതിയിലേക്കാണ് പോകുന്നതെങ്കിൽ BJP-യുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു കഴിഞ്ഞു. കാരണം അവരുടെ വിളഭൂമിയായിട്ടുള്ള പാലക്കാട് ഇതാണ് സ്ഥിതിയെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്തായിരിക്കാം ഇനി ജനം കൊടുക്കാൻ പോകുന്ന തിരിച്ചടി എന്ന് മുതിർന്ന നേതാക്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും അവർ പറയാതെങ്കിലും പറയുന്നുണ്ടോ, പബ്ലിക്കായി പറഞ്ഞില്ലെങ്കിലും? അതാണ് പ്രജിഷേ, ഇപ്പം ഫലം വന്നിട്ട് ഏകദേശം ഒരു കൃത്യം നേരത്തോട് നേരമാകുന്നേ ഉള്ളൂ. പലതരത്തിലുള്ള പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി ശക്തമായി തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. കൃഷ്ണകുമാർ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന അവസരത്തിൽ വ്യാപകമായി പ്രവർത്തകർക്കിടയിൽ പ്രചരിച്ച ഒരു സന്ദേശം ഞാൻ വായിക്കാം. പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് കുമ്മനം രാജശേഖരൻ പാലക്കാട്ടെ BJP നേതാക്കളിൽ ആരാവണം സ്ഥാനാർത്ഥി എന്ന് ആരാഞ്ഞുകൊണ്ടൊരു സർവേ നടത്തിയിരുന്നു. 90% പേരും ശോഭാ സുരേന്ദ്രന്റെ പേരാണ് പറഞ്ഞത്. 2016 ആദ്യമായി പാലക്കാട് BJP-യെ 2ാം സ്ഥാനത്ത് എത്തിച്ചത് ശോഭാ സുരേന്ദ്രനാണ്. അന്ന് ശോഭയെ സുരേന്ദ്രൻ പക്ഷം കാലുവാരി എന്ന് പാർട്ടിയിലെ പരസ്യമായ രഹസ്യമാണ്. പ്രവർത്തകരും നേതാക്കളും പ്രശാന്ത്, ഇപ്പോൾ